Dear students, today we will discuss strong and weak AI. There are two conceptual thoughts about AI, namely weak AI and strong AI. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ രണ്ട് ഡിഫറെൻ്റ് തോട്ട്സിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അതായത് സ്ട്രോങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന വാദം ഉന്നയിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും വീക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്ട്രോങ് ആക്കി മാറ്റാൻ ഒക്കുമോ? അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എപ്പോഴും വീക്കായിട്ട് തന്നെ റിമെയിൻ ചെയ്യുന്ന ഒന്നാണോ? ഇതിനെക്കുറിച്ചുള്ള രണ്ട് അഭിപ്രായങ്ങളാണ് തോട്ട്സ് എന്ന് പറയുന്നത്. The strong AI is very much promising about the fact that machine is almost capable of solving a complex problem like intelligent man. Proponents of strong AI always proposes a particular view of AI. അതായത് സ്ട്രോങ് എ ഐക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുന്ന ആ റിസർച്ചേഴ്സ് അവർ അവകാശപ്പെടുന്നത് നമുക്ക് ഒരു മെഷീനെ ഹ്യൂമൻ ഇൻ്റലിജൻറ്റ് പേഴ്സൺസിൻ്റെ കണക്ക് ഇൻ്റലിജൻസ് ഇമ്പാർട്ട് ചെയ്ത് അതിന് പകരമായിട്ട് ഉപയോഗിക്കാം എന്നുള്ള വാദം ഉന്നയിക്കുന്നവരാണ് സ്ട്രോങ് എ ഐക്കാർ. അവരുടെ വാദം എന്ന് പറയുന്നത് എ മെഷീൻ ക്യാൻ ബി കേപ്പബിൾ ടു സോൾവ് കോംപ്ലക്സ് പ്രോബ്ലംസ് ലൈക്ക് ഇൻ്റലിജൻറ്റ് ഹ്യൂമൻ ബീങ്. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നോ അതുപോലെ നമുക്ക് ഒരു മെഷീനെ മാറ്റിയെടുക്കാം ഒരു 100% എന്നുള്ള രീതിയിൽ ക്ലെയിം ചെയ്യുന്നവരാണ് സ്ട്രോങ് എ ഐക്കാർ. അത് ഇമ്പ്രൂവ് ചെയ്ത് പോകും തോറും മനുഷ്യനെ അതിജീവിക്കാൻ മെഷീന് പറ്റും എന്നും അവരുടെ വാദമുണ്ട്. They claim that a computer is much more efficient to solve problems than some of the human experts. അവർ പറയുന്നത് ഈ സ്ട്രോങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ റിസർച്ച് മുന്നോട്ട് പോകുമ്പോൾ കമ്പ്യൂട്ടേഴ്സ് മനുഷ്യനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഇൻ്റലിജൻറ്റ് ഡിസിഷൻ എടുക്കാൻ ഒക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ ഒക്കും എന്നാണ് അവർ പറയുന്നത്. According to strong AI, the computer is not merely a tool in the study of mind. Rather, the appropriately programmed computer is really a mind. അതായത് ഒരു മനുഷ്യ മനസ്സിന് സമാനമായിട്ടുള്ള ഒരു ടൂളാക്കി നിർമ്മിക്കുക എന്നുള്ളതല്ല, ഒരു മനുഷ്യ മനസ്സിന് പകരക്കാരനായിട്ട് ഒരു കമ്പ്യൂട്ടറിനെ മാറ്റാനൊക്കും എന്നുള്ള വ്യൂ പോയിന്റ് ആണ് സ്ട്രോങ് എ ഐ പ്രൊപ്പോണൻസ് ഉന്നയിക്കുന്നത്. Strong AI is the supposition that some form of AI can truly reason and solve problems. ഇപ്പോൾ സ്ട്രോങ് എ ഐക്കാർ പറയുന്നത് നമുക്ക് അൽഗോരിതംസും അതുപോലെ തന്നെ കോൺസെപ്റ്റ്സും ഡിവൈസ് ചെയ്തെടുക്കാൻ ഒക്കും. എങ്ങനെ? പ്രോപ്പർ റീസണിങ് ആൻഡ് പ്രോപ്പർ സോൾവിങ് ഓഫ് പ്രോബ്ലംസ് ബൈ യൂസിങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോസിബിൾ ആകുന്ന രീതിയിലുള്ള പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അൽഗോരിതംസ് ഡിവൈസ് ചെയ്ത് മെഷീനെ മനുഷ്യന് പകരക്കാരനായിട്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ടോ മാറ്റാൻ ഒക്കും എന്നാണ് സ്ട്രോങ് എ ഐ പ്രൊപ്പോണൻസ് അവകാശപ്പെടുന്നത്. നൗ വാട്ട് ഈസ് വീക്ക് എ ഐ? വീക്ക് എ ഐയുടെ പ്രൊപ്പോണൻസ് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് പോസിബിൾ ഇൻ മെഷീൻസ്. മെഷീനകത്ത് ഇൻ്റലിജൻസ് കൊണ്ടുവരാനൊക്കെ ഒക്കും. പക്ഷേ ദ വീക്ക് എ ഐ ഈസ് നോട്ട് സോ എന്തൂസിയാസ്റ്റിക് അബൌട്ട് ദ ഔട്ട്കംസ് ഓഫ് എ ഐ. It simply says that some thinking-like features can be added to computers to make them more useful tools. നല്ല ഒരു ടൂളായിട്ട്, സോഫ്റ്റ്വെയർ ടൂളായിട്ട് നമുക്ക് നിർമ്മിച്ചെടുക്കാവുന്ന ഒന്നാണ് ഈ ആർട്ടിഫിഷ്യലി ഇൻ്റലിജൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്ത സോഫ്റ്റ്വെയറോ മെഷീൻസോ. ഒരിക്കലും അത് ഹ്യൂമൻ ബീങ്സിന് പകരക്കാരനാകാൻ ഒക്കത്തില്ല എന്ന് ക്ലെയിം ചെയ്യുന്ന ഒരു കൂട്ടം പ്രൊപ്പോണൻസ് ഉണ്ട്. അവരാണ് വീക്ക് എ ഐയുടെ വക്താക്കൾ. ഇറ്റ് സേസ് ദാറ്റ് കമ്പ്യൂട്ടേഴ്സ് to make them more useful tools, we have to use algorithms. അപ്പോൾ അവർ പറയുന്നത് കമ്പ്യൂട്ടേഴ്സിനെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കാം, മനുഷ്യനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ടൂളായിട്ട് മാത്രം, ഒരു സബോർഡിനേറ്റ് അല്ലെങ്കിൽ ഒരു യാത്രികൻ എന്ന് പറയുന്നത് പോലെ ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് മാത്രം ഒരു ടൂളായിട്ട് സോഫ്റ്റ്വെയറിനെയും അതുപോലെ മെഷീനെയും ഉപയോഗിക്കാൻ ഒക്കും, അല്ലാതെ മനുഷ്യന് പകരക്കാരനായിട്ട് ഉപയോഗിക്കാൻ ഒക്കെയില്ല എന്നുള്ള വാദമാണ് വീക്ക് എ ഐക്കാർ പറയുന്നത്. It says that computer cannot be made intelligent equal to human beings unless constructed significantly differently. വളരെ നൂതനമായിട്ടുള്ള രീതിയിൽ അത് നിർമ്മിച്ചില്ല എന്നുണ്ടെങ്കിൽ, മോഡേൺ ഡേയിൽ അൽഗോരിതം ഒന്നും ഉപയോഗിച്ചാൽ മനുഷ്യന് പകരക്കാരനായിട്ട് ഒരു മെഷീനും ഉണ്ടാക്കാൻ ഒക്കെയില്ല എന്നാണ് വീക്ക് എ ഐക്കാർ പറയുന്നത്. ഓക്കെ,
they claim that computers may be similar to human experts but not equal in any cases. ഹ്യൂമൻ എക്സ്പേർട്സിന് പകരമായിട്ട് സോഫ്റ്റ്വെയർസും മെഷീൻസും ഉപയോഗിക്കാം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്ന് VKA പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഹ്യൂമണിന് റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഒരു കാരണവശാലും നമുക്ക് പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് മെഷീൻസിനെ നമുക്ക് ഉപയോഗിക്കാൻ ഒക്കെയില്ല എന്നാണ് അവർ പറയുന്നത്. Generally, VKA refers to the use of software to study or accomplish specific problem solving that do not encompasses the full range of human cognitive abilities. അതായത് ജനറലി VKA എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർസിനെ സൂചിപ്പിച്ച നല്ല ഇൻ്റലിജൻസ് ഉള്ള സോഫ്റ്റ്വെയർസിനെയാണ് VKA സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഇൻ്റലിജൻസ് ഒരു ഭാഗം ഒരു പാർട്ടായിട്ടുണ്ട്. നല്ല പ്രോബ്ലം സോൾവിങ് ഒക്കെ ചെയ്യാനൊക്കും. അതുപോലെ തന്നെ പക്ഷേ മനുഷ്യന് ആവശ്യമായിട്ടുള്ള ആ കോഗ്നിറ്റീവ് എബിലിറ്റി ഉണ്ടല്ലോ, മനുഷ്യന് കണ്ടും കേട്ടും തൊട്ടും ഒക്കെ മനസ്സിലാവുന്ന എല്ലാ കേപ്പബിലിറ്റി ഒന്നും ഒരിക്കലും ആ സോഫ്റ്റ്വെയറിന് അതേപടി റെപ്ലിക്കേറ്റ് ചെയ്ത് ആൻസേഴ്സ് കൊടുക്കാൻ ഒക്കെയില്ല എന്നാണ് VKA പറയുന്നത്. ആൻ എക്സാമ്പിൾ ഓഫ് VKA വുഡ് ബി എ ചെസ് പ്രോഗ്രാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെസ് പ്രോഗ്രാം നമുക്ക് ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പോഴത്തെ മോഡേൺ ഡേ ഗെയിംസിലെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നുണ്ട്. അതെല്ലാം ഒരു VKA എന്ന് മാത്രമേ പറയാനൊക്കൂ. ഇപ്പോൾ കൂടുതലും നിലവിലുള്ളത് VKA പ്രോഗ്രാംസും സോഫ്റ്റ്വെയർസുമാണ്. നമുക്ക് 100% റീപ്ലേസ്മെൻ്റ് ഉള്ള ഒരു മെഷീൻ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ സ്ട്രോങ് AI പ്രൊപ്പോണൻസ് ആയിട്ടുള്ള ശാസ്ത്രജ്ഞർ പറയുന്നത് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അത് പോസിബിൾ ആണെന്ന്. ഇവർ പറയുന്ന ഒരു കാരണവശാലും ഒരു സ്ട്രോങ് AI ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ ഒക്കുകയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നല്ല സോഫ്റ്റ്വെയർ ടൂൾസും റോബോട്ട്സും അതുപോലെ തന്നെ ഗെയിംസും ഒക്കെ ഉണ്ടാക്കാം. ചെസ് പ്രോഗ്രാമിനൊരു എക്സാമ്പിളാണ്. VKA പ്രോഗ്രാംസ് കനോട്ട് ബി കോൾഡ് ഇൻ്റലിജൻറ്റ് ബിക്കോസ് ദേ കനോട്ട് റിയലി തിങ്ക്. യഥാർത്ഥത്തിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ തിങ്കിങ് പോലുള്ള ഒരു പ്രോസസ്സ് കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടർ അവിടെ ചിന്തിക്കുന്നില്ല. ചിന്തിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പിന്നെ റീസണിങ് ഫെസിലിറ്റിയാണ് പ്രോഗ്രാം വഴി നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് നടത്തി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് പുറത്തെടുക്കുന്നത്. അതുകൊണ്ട് ദേ ആർ നോട്ട് റിയലി ഇൻ്റലിജൻറ്റ് യഥാർത്ഥത്തിൽ. അതുകൊണ്ടാണ് ആർട്ടിഫിഷ്യലി ഇൻ്റലിജൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ പ്രതീതി ഉളവാക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് ഈ പ്രോഗ്രാമിൻ്റെ പ്രോസസ്സിങ്ങിൽ നടക്കുന്നത്. ഓക്കെ.